ലീഗിന്റെ ഭാഗത്തുള്ള നിഗമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും നമുക്കൊരു സമയം കിട്ടില്ല, സ്ഥാനാർത്ഥിക്ക് ജനങ്ങളിൽ എത്താനുള്ള ഒരു സമയം കിട്ടില്ല. അത് വലിയൊരു പോരായ്മയാണ്. പിന്നെ തന്നെയല്ല, നിങ്ങൾക്കും അറിയാമല്ലോ ആ സമയത്ത് ലീഗിന് വേണം കോൺഗ്രസിന് വേണം എന്നുള്ളൊരു ചെറിയൊരു തർക്കങ്ങളുണ്ടായിരുന്നു. ലീഗിന് കിട്ടണം എന്നുള്ളൊരാവശ്യം ഉണ്ടായിരുന്നു. ലീഗ് സംസ്ഥാന കമ്മിറ്റി തിരുവമ്പാടിയും പട്ടാമ്പി വെച്ച് മാറുക എന്നുള്ളൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ചർച്ച നീണ്ടുപോയി. പിന്നെ അത് പരിഹരിക്കാനുള്ള പ്രയാസങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒക്കെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. തന്നെയുമല്ല, അതിന് ഏറ്റവും വലിയ പ്രയാസം നമുക്ക് ഉണ്ടായത് സമയക്കുറവാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഒരു 12 ദിവസം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതന്നെ റോഡ് ഷോ മാത്രം കഴിഞ്ഞ് രാവിലെ റോഡ് ഷോ കഴിഞ്ഞാൽ തന്നെ സമയം കിട്ടില്ല. തന്നെയുമല്ല, എല്ലാ വോട്ടർമാരെയും കണ്ടൊന്നും സംസാരിക്കാനുള്ള ഒരു സമയം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് തോൽവിയുടെ ഏറ്റവും വലിയ പരാജയം. ജനങ്ങൾക്ക് എഴുതി എന്ന് വോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം സ്ഥാനാർത്ഥി കിട്ടിയില്ല. അതാണ് സത്യത്തിൽ പരാജയത്തിൻ്റെ പ്രധാന കാരണം. അതാണ് പറഞ്ഞത്, തിരുവേപ്ര പഞ്ചായത്തിലെ വോട്ട് എന്ന് പറഞ്ഞാൽ തിരുവേപ്ര പഞ്ചായത്തിൽ വോട്ടിനെ സംബന്ധിച്ചിട്ട് 1500 ആളിൻ്റെ അടുത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ വോട്ടിൻ്റെ ലേശം കമ്മി വന്നിട്ടുണ്ട് സ്വന്തം കണക്ക് പ്രകാരം. പക്ഷെ അതെന്താണെന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തന്നെയുമല്ല, അവിടെ നിന്നല്ല, വേമറക്കൊപ്പത്ത്, പിന്നെ വിളയൂർ, അതുപോലെ തന്നെ വല്ലപ്പുഴ, കുലുക്കല്ലൂർ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച വോട്ട് നമുക്ക് വന്നിട്ടില്ല. അത് എല്ലായിടത്തും വന്നിട്ടുണ്ട്. തന്നെയല്ല, തിരുവേപ്ര എന്ന് പറയാൻ പറ്റില്ല, മൊത്തത്തിൽ എല്ലാ ഭാഗത്തും അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട്, വോട്ട് കുറവ് വന്നിട്ടുണ്ട്. പട്ടാമ്പിയിലും വന്നിട്ടുണ്ട്. ഞങ്ങളെ പഞ്ചായത്ത് അടക്കം, മുനിസിപ്പാലിറ്റി അടക്കമുള്ള പഞ്ചായത്തിലും ആ വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. UDF തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിൻ്റെ ഒപ്പം നിൽക്കാമെന്നുള്ള സംവിധാനമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതിലൊന്നും സംഭവിച്ചില്ല. പക്ഷേ പ്രധാനമായിട്ടും കിട്ടിയത് സ്ഥാനാർത്ഥിക്ക് ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാന കാരണം. അതൊരു പ്രധാന ഘടകമാണ്. ഇന്നത്തെ പഴയ മാതിരിയല്ല. ഇന്ന് ആളുകളായിട്ട് കണ്ട് സംസാരിച്ച് വോട്ട് ചോദിച്ചില്ല, വോട്ട് കിട്ടില്ല. അങ്ങനത്തെ കുറേ പ്രയാസങ്ങളുണ്ട്. പിന്നെ അറിയാലോ, ഒരു 10% ആളുകൾക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുണ്ടാവുള്ളൂ. അവരെ വോട്ടാണ് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. അത് ശരിക്ക് സ്ഥാനാർത്ഥിക്ക് പോയി ചോദിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൽ സജീവമായിട്ടുണ്ടായ ആളായതുകൊണ്ടാണ് പറയുന്നത്. അത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം അന്നത്തെ ഒരു ട്രെൻഡിൽ ഒന്നായിട്ട് മാറിയതാണ്. അതായത് പിന്നെ വിളയൂരും മുതുവലി അത് സംസ്ഥാനത്ത് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. പട്ടാമ്പില് അതന്നെ പറഞ്ഞാൽ അത് സ്ഥാനാർത്ഥിക്ക് ആളുകളായിട്ട് പിന്നെ വോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാത്ത ഒരു വിഷയം ഇതിൽ വന്നിട്ടുണ്ട്. സത്യത്തിൽ UDFന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് നമ്മൾ ആ പരാജയം ഏറ്റെടുക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സംവിധാനം, ഇത്രയും ഒരു സന്ദർഭം കിട്ടിയിട്ട് നമുക്ക് സീറ്റ് കിട്ടാത്തൊരവസരം വന്നതിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കൂടി പരിശോധിക്കേണ്ട ആവശ്യമാണ്. UDF കൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും.